ഹലോ, നമസ്കാരം. റോന്ത് കണ്ടു. ആക്ച്വലി ഈ സിനിമയെക്കുറിച്ചിട്ട് കൂടുതലൊന്നും കുത്തിയിരുന്നിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സംസാരിക്കണം, പക്ഷേ ഈ സിനിമ എങ്ങനെയുണ്ട് എന്നറിയാൻ, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പറയാൻ കൂടുതൽ സംസാരത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ റിവ്യൂസൊക്കെ പറയുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ടല്ലോ. അവർ സിനിമയൊക്കെ കണ്ടിട്ട് വന്നിരുന്നിട്ട് പറഞ്ഞോട്ടെ. അവരെന്താണ് പറയാൻ വേണ്ടി പോകുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരുന്നിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ ഈ ഒരു സിനിമ കാണാൻ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒറ്റ പേര് ഷാഹി കബീർ. അതുപോരെ? അതുപോരെ? ഞാൻ ചോദിക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ? അതുപോരെ? ജാതി മനുഷ്യൻ. ഓ ഓ ലെവല്, റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ വേറെ റേഞ്ച്. എക്സാജറേറ്റ് ചെയ്ത് പറയുന്നൊന്നുമല്ല, എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം ആ ഫീൽ ചെയ്ത പോലെ തന്നെ അങ്ങോട്ട് പറയുകയാണ്. അങ്ങനെയല്ലേ വേണ്ടത്? അതല്ലേ അതിൻ്റെ ഒരു ശരി, അതല്ലേ അതിൻ്റെ ഒരു സുഖം. കിടിലൻ സിനിമ, ഗംഭീര സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര സിനിമ. നിങ്ങൾ പൈസ കൊടുത്തിട്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാൻ ശ്രമിക്കുക. നിരാശപ്പെടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല, എന്നാലും എൻ്റെ വല്ലാത്തൊരു വിശ്വാസമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെയും നിരാശപ്പെടുത്തില്ല എന്ന് വല്ലാത്തൊരു വിശ്വാസം എനിക്ക് ആക്ച്വലി ഉണ്ട്. ഈ ഒരു ഒറ്റ മനുഷ്യൻ്റെ പേര് കണ്ടിട്ടാണ് ഈ ഒരു സിനിമ ഞാൻ കാണാൻ വേണ്ടിയിട്ട് പോയത്. വളരെ 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 പ്രതീക്ഷയോട് കൂടിയിട്ട് പോയി കണ്ടൊരു സിനിമ. അത്ഭുതപ്പെട്ടില്ല, ഒരു തരത്തിലും അത്ഭുതം തോന്നിയില്ല. കാരണം ആ പ്രതീക്ഷ തെറ്റിച്ചില്ലടോ. അത് തെറ്റിക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. പ്രതീക്ഷ തെറ്റിച്ചില്ല. അത്രയും എൻഗേജിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ. നമ്മൾ അവരുടെ കൂടെ ഇങ്ങോട്ട് സഞ്ചരിക്കുക. ഈ ദിലീഷ് പോത്തൻ്റെ കൂടെയും റോഷൻ മാത്യുവിൻ്റെ കൂടെ ഇങ്ങോട്ട് സഞ്ചരിക്കുകയാണ്. ആ ഒരു വേൾഡിൽ നമ്മൾ ഇങ്ങനെ പോവുകയാണ്. ആ ഒരു വേൾഡിലേക്ക് നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഡയറക്ടറിൻ്റെ വിജയമാണ് എന്നാണ് ഞാൻ ആസ് എ പ്രേക്ഷകൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇത്രേ പറയുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യ്. എന്ത് പറയാനാണ്? നിങ്ങൾ ഷാഹി കബീറിൻ്റെ ഇതിന് മുമ്പുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് കുറേയും കൂടിയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ജോസഫ് ഏത് റേഞ്ചിൽ നിന്ന സിനിമയാണ്? ജോസഫ്, നായാട്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഇപ്പതാ റോന്ത് മൂപ്പരുടെ രണ്ടാമത്തെ റൈറ്റർ ഡയറക്ടർ സിനിമയാണ്. എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വായനൊക്കെ ചാടിപ്പോവും. കാരണം അത്രയും ഗംഭീരമായ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ദിലീഷ് പോത്തൻ എന്തൊരു അഭിനയടോ എൻ്റെ മോനെ! അയ്യോ, ഞാൻ ഈ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ദിലീഷ് പോത്തൻ്റെ ബോഡി ലാംഗ്വേജും മുഖഭാവവും ഡയലോഗ് ഡെലിവറിയൊക്കെയാണ് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നത്. കാരണം എനിക്കതൊരു അത്ഭുതമായിരുന്നു. അത്ഭുതം എന്ന് പറഞ്ഞാൽ മൂപ്പർ ഇതിന് മുമ്പും നമുക്കറിയാം നല്ല ആക്ടറാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്ഭുതം തോന്നാൻ കാരണം ഞാൻ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി പറ്റുന്നത്? ഇത്ര നാച്ചുറലായിട്ട് അയാളുടെ ഇമോഷൻസ്, ആ ഇമോഷൻസിലൂടെ ഉണ്ടാകുന്ന പെർഫോമൻസ്, ഇത് എപ്പിടി പണ്ണ മുടിയത്? ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ആക്ടർ, അടിപൊളിയായിട്ട് മൂപ്പര് ചെയ്തിരിക്കണം. അത് നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. കിട്ടിലായിട്ട് പുള്ളി ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളിക്ക് ഇതിൻ്റെ അകത്തൊരു വിഷമുണ്ട്. അത് എന്തോ ഒരു വിഷമുണ്ട് എന്നുള്ളത് തുടക്കം തൊട്ടേ നമുക്ക് മൂപ്പരുടെ ഒരു പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ തോന്നും, മനസ്സിലാവും. അതൊരു ആക്ടറിൻ്റെ കഴിവാണ്. അതിലുണ്ടാവും, നിങ്ങൾ കാണുക എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ ഭാര്യയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണത്. അത് എന്ത് ഗംഭീരമായിട്ട് ആസ് ആൻ ആക്ടർ പുള്ളി അത്
പെർഫോം ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കണത് തുടക്കം തൊട്ട് അവസാനം വരെ. പറയാതിരിക്കാൻ വയ്യ, കിട്ടില്ല പെർഫോമൻസ് പുള്ളി ദിലീഷ് പോത്തൻ. ദിലീഷ് പോത്തൻ ആസ് എ ഡയറക്ടർ ഞാൻ മൂപ്പരുടെ ഒരു സിനിമ എത്രയും പെട്ടെന്ന് വരുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആക്ടർ എന്നുള്ള രീതിയിൽ വേറെ റേഞ്ച് അളിയാ, റേഞ്ച്. ഇനി ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ കുറച്ചായി കണ്ടിട്ട് സിനിമയൊക്കെ വരട്ടെ. പിന്നെ റോഷൻ മാത്യുവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് മൂപ്പരും ചെയ്തിട്ടുണ്ട്. കിടിലൻ ആക്ടറായിട്ട് വരും പുള്ളിയൊക്കെ. ദിലീഷ് പോത്തൻ്റെ കാര്യം ഞാൻ കൂടുതൽ പറയാൻ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്, എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് കണ്ടത് പുള്ളിയുടെ പെർഫോമൻസ് ആയതുകൊണ്ടാണ് ഞാൻ എന്നെ കൂടുതൽ ഇരുന്നിട്ട് ദിലീഷ് പോത്തൻ്റെ കാര്യം പറഞ്ഞത്. രണ്ടുപേരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. റോഷനും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുക, ബാക്കി സിനിമ നിങ്ങൾ പോയിട്ട് കാണുക, എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എഴുത്ത്, ഷാഹി കബീറിൻ്റെ ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ എന്തൊരെഴുത്താണ്. ജോസഫിൻ്റെ റേഞ്ച് നിങ്ങൾക്കറിയാം, നായാട്ടിൻ്റെ റേഞ്ച് നിങ്ങൾക്കറിയാം, ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ റേഞ്ച് നിങ്ങൾക്കറിയാം. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്തേക്കാണെങ്കിൽ ഇയാൾ തന്നെയാണ് എഴുതിയിരിക്കുന്നതും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും. അപ്പോൾ അവിടേക്ക് അങ്ങോട്ട് കയറുകയാണ് പ്രതീക്ഷ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ഈ സിനിമയുടെ റേഞ്ച് എവിടെ നിൽക്കണു എന്നുള്ളത്. ഇതിൻ്റെ അകത്തൊരു സീനുണ്ട്, ഇവർക്കിങ്ങനെ കേസ് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. പോലീസുകാരാണല്ലോ, അവരുടെ ഒരു ലൈഫാണ്. നമുക്ക് കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇവർക്കിങ്ങനെ ഇവർ പാട്രോളിങ്ങിന് ഇറങ്ങുന്നു, ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവർക്ക് ഒരുപാട് കേസുകളും കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവർ ഭയങ്കര ബിസിയാണ്, ഭയങ്കര പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവർക്കിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം. ഇവർക്കിങ്ങനെ ഓരോ ഓരോ റിപ്പോർട്ട് വരുന്ന സമയത്ത് ഇവർ ആ സ്ഥലത്തേക്ക് എങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം. കാണുന്നതും കേൾക്കുന്നതൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പേടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു സ്ഥലത്ത് ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ കാണാൻ വേണ്ടി പോകുന്നൊരു സീനുണ്ട് വീട്ടിലേക്ക്. അവിടെ പോകുന്ന സമയത്ത് ആ സ്ത്രീ മരിച്ചിട്ടുണ്ടാവും. ഓക്കെ, റോഷൻ ആ സ്ത്രീനെ പിടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത്, അതായത് രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുന്ന സമയത്ത് ദിലീഷ് പോത്തൻ പറയും പോയടാ പോയി എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, അവിടെ ഇരിക്കണ കുട്ടീനെയൊക്കെ എടുത്തിട്ട്. അതാണോ, അതൊക്കെയാണ് ഒരു ആക്ടറുടെ കഴിവ് എന്ന് പറയുന്നത്. എന്ത് നാച്ചുറലായിട്ട് പുള്ളി ചെയ്യണേ. അത് ഞാൻ പറഞ്ഞില്ലേ, തുടക്കം തൊട്ടേ പുള്ളിക്ക് എന്തോ ഒരു വിഷമുണ്ട് പുള്ളിയുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഒരു ട്രോമ ഉണ്ട് പുള്ളിക്ക് എന്നുള്ളത് നമുക്ക് തുടക്കം തൊട്ടേ മനസ്സിലാവും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പെർഫോമൻസിൽ ഇത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് കേട്ടോ. ആ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഇതിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. പല സിറ്റുവേഷൻസിൽ നമുക്ക് അത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ദിലീഷ് പോത്തൻ്റെ. അങ്ങനെ ഇതിനകത്ത് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഞാനിതിങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സുഖം പോകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. കിടിലൻ സിനിമ പറഞ്ഞിട്ട് മതിയാവുന്നില്ല. കിടിലൻ സിനിമ എന്ന് പറഞ്ഞാൽ കിടിലൻ സിനിമ, ഗംഭീര സിനിമ. എൻ്റെ മനസ്സിൻ്റെ അത് ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് എൻ്റെ മനസ്സിൻ്റെ അത് ആകെ നിൽക്കണത് ഇതിൻ്റെ റൈറ്റർ ഡയറക്ടർ ആ ചെങ്ങായിയുടെ പേരാണ്. പിന്നെ ഈ ദിലീഷ് പോത്തൻ്റെയും റോഷൻ്റെയും മുഖമാണ് എൻ്റെ മനസ്സിൽ ആക്ച്വലി നിൽക്കുന്നത്. വേറെ എല്ലാവരും നന്നായിട്ട് ആക്ച്വലി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ, എല്ലാം എവറിത്തിങ് ഈസ് ബ്രില്യൻ. സിനിമാറ്റോഗ്രാഫി എവറിത്തിങ്. എനിക്ക് ഇതിൻ്റെ ടേംസ് ഇട്ട് വിളിക്കേണ്ടത് എനിക്കറിയില്ല. എന്തൊക്കെയൊക്കെ ഞാൻ വിഷ്വലി കണ്ടതൊക്കെ നല്ല ഗംഭീരമായിട്ട് എനിക്ക് ആക്ച്വലി തോന്നി. എല്ലാവരും അതിൻ്റെ ടേംസ് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. എല്ലാ രീതിയിലും ഇത് അടിപൊളി സാധനം. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ അങ്ങനെയാണ്, എനിക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലൊന്നും പറയാൻ വേണ്ടി നിൽക്കില്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ടൊരു സിനിമ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ ഇരുന്നങ്ങ് പറയും. അത് ചിലപ്പോൾ റിപ്പീറ്റേഷനായിട്ട് വരും ചില കാര്യങ്ങൾ പറയുമ്പോൾ. അത് സിനിമ എന്ന് പറയുന്ന പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയ. അത് ഗംഭീര സിനിമയും കൂടിയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നൊരു ഹൈ ഉണ്ട്, ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിക്കുന്നത്. എനിക്ക് ഇങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാനേ അറിയുള്ളൂ. എനിക്ക് ക്യാമറയ്ക്ക് വേണ്ടി ആക്ട് ചെയ്യാൻ അറിയില്ല. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വളരെ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിക്കുക പൊതുവെ. ഷാഹി കബീർ ഇവിടെ എന്താ റേഞ്ചിടോ, എന്തൊരു എഴുത്താണ് ഇയാളുടെ, എന്തൊരു എഴുത്ത്. ഇങ്ങനെ എഴുതാൻ പറ്റുമോ? അയ്യോ, ഈ സിനിമയ്ക്കകത്ത് തന്നെ എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സീനുകളുണ്ട്. അതായത് എങ്ങനെ പറയുക, ഇതെന്തെങ്കിലും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ സ്പോയിലറായി പോകും ഓരോ സീനുകൾ പറയാൻ തന്നെ. കാരണം അത് തെണ്ടിത്തരമല്ലേ ഒരു സിനിമ കണ്ടിട്ട് സീൻ ബൈ സീൻ പറയുക എന്ന് പറയുന്നത്. തെണ്ടിത്തരമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്.
പക്ഷെ മനസ്സിൻ്റെ അകത്ത് പല സീനുകൾ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതിങ്ങനെ പറയാൻ തോന്നും നമുക്ക്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാണാത്ത ആളുകൾക്ക് ആ ഒരു സുഖം പോകുന്നേ. അതുകൊണ്ട് പറയാത്തത്. ഇതൊരു ബ്രില്യൻ മേക്കിംഗ് ആണ്. അടിപൊളി, ഇത്ര പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ ആസ് എ ഡയറക്ടർ മൂപ്പരുടെ രണ്ടാമത്തെ സിനിമയും കിടിലൻ സിനിമയാണ്. ഇത്തവണ റൈറ്റർ ഡയറക്ടറാണ് പുള്ളി. റൈറ്റർ മാത്രമല്ല, റൈറ്റർ ഡയറക്ടറാണ്. ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ചിന്തിച്ചത് അതാണ്. ഇയാൾ റൈറ്റർ മാത്രമാണോ, ഡയറക്ടർ വേറെ വല്ലവരും ആണോ എന്നാണ് ഞാൻ ആക്ച്വലി ചിന്തിച്ചത്. കാരണം ജോസഫ്, നായാട്ട്, എന്താ പറയുക, ഓഫീസർ ഓൺ ഡ്യൂട്ടിയൊക്കെ റൈറ്റർ മാത്രമായിരുന്നല്ലോ പുള്ളി. ഡയറക്റ്റ് ചെയ്തിട്ടില്ലല്ലോ, ഡയറക്ഷൻ വേറെ ആൾക്കാരൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ആരാണ് എന്ന് നോക്കിയ സമയത്ത് റൈറ്ററും ഡയറക്ടറും ഇയാളാണ് എന്നുള്ളത് അറിഞ്ഞ സമയത്ത് എനിക്ക് കിട്ടിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷയുണ്ട്. അത് തെറ്റിച്ചില്ല. ആ ഒരു പ്രതീക്ഷ തെറ്റിച്ചില്ല. പൊളി, ഇട്ടില്ലേ? അപ്പോൾ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. ദാറ്റ്സ് ഇറ്റ്.